എന്താ നമ്മൾ അന്നത്തെ ഐറ്റം? പുട്ട് പല തരത്തിലുണ്ട്, പല മോഡലുണ്ട്. ഇന്നൊരു വെറൈറ്റി ഇഡ്ലി ടൈപ്പ് പുട്ടാണ് ഞങ്ങളുടെ പുട്ട്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളുണ്ട്, സ്പെഷ്യൽ ഫുഡുകളുണ്ട്, ഒക്കെ നിങ്ങൾ കാണാം അല്ലേ? സ്കിപ്പ് ചെയ്യാതെ ഇത് അജ്മീന്റെ പുട്ടുപൊടിയാണ്. ഏത് പുട്ടുപൊടിയും പറ്റും. അപ്പൊ ഞാനൊരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇത് അളന്നിട്ടാണ്. അളവ് എന്തിനും ആവശ്യം നമുക്ക്. അപ്പോൾ ഒരു കപ്പിട്ട് അങ്ങനെ 1.25 കപ്പാണ് ഞാൻ ഇതിട്ടിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് സ്വല്പം ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കുക. എന്നിട്ട് ഒരു കപ്പ് സാധാ നമ്മളെ വെള്ളം, നോർമൽ വാട്ടർ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും. ശരിക്കും കുറച്ച് വെള്ളം അധികം ഉണ്ടെന്ന് തോന്നും, പക്ഷേ അത് പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് റെഡി ആയി വരും. കംപ്ലീറ്റ് അങ്ങോട്ട് കുഴച്ച് അവിടെ വെക്കുക. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല തേങ്ങയും അതും അതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും. വേണേൽ കൈകൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളമൊക്കെ റെഡി ആയി വരും. എന്നിട്ട് ഞാനൊന്നത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ആ ഒരു അടച്ചു വെക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ ഞാൻ സ്വല്പം വെളിച്ചെണ്ണ തേച്ചിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ആണുള്ളത്. അപ്പോൾ ഇത് എൻ്റെ അടുത്തൊരു 3 തട്ടുള്ള ഇഡ്ഡലി തട്ടാണുള്ളത്. അതിൽ മൊത്തം 21 പീസ് ഉണ്ടാവും. ഓരോന്നിലും 7 എണ്ണം വെച്ചിട്ടുള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പോൾ ഈ 3 ഞാനിത് എണ്ണ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന് ഈ പുട്ടിൻ്റെ ഇതിന് ഒരു കട്ട ഉണ്ടാവും. അപ്പോൾ അതിനിങ്ങനത്തെ ഒരു നമ്മുടെ പൊരിക്കുന്നത് കോരിയെടുക്കാൻ പറ്റിയ ഒരു കയ്യിലുണ്ടല്ലോ, ആ ഒരു കയ്യിൽ ഇതേപോലെയാണ് ചെയ്താൽ ഞാനത് സ്ഥിരമായിട്ട് ഈ ഒരു സംഭവം ചെയ്യാം. അപ്പം എന്താ വെച്ചാൽ പുട്ടിന് നല്ല സോഫ്റ്റ് ഇരിക്കും. ഇതേപോലെ ആക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കട്ടകൾ ജസ്റ്റ് കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചിട്ട് വീണ്ടും ഇതിനുള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ ഏകദേശം ഇത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് നിറക്കണം. ഈ സമയത്ത് നമ്മൾ അടുപ്പത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഇഡ്ഡലി ചെമ്പിൽ ഒന്ന് ടൈറ്റാക്കി വെക്കുക. അധികം ഉയരത്തിൽ വെക്കണ്ട. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഫില്ലായിട്ട് ഒന്ന് കൈ കൊണ്ട് ശരിക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും റെഡിയാക്കി വെക്കുക. ഒരു 15 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ ഇടയ്ക്കത് നല്ല ചൂടിൽ വെക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റായിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോന്നും ഒരു ടേബിൾ സ്പൂണിൻ്റെ അറ്റം കൊണ്ട് ഞാനിതിങ്ങനെ കംപ്ലീറ്റ് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ഒന്ന് ചൂടാറിയാൽ നല്ലതാണ്. ഇതിന് പാല് കൂട്ടുകയാണെങ്കിൽ, വെള്ളത്തിന് പകരം പാല് കൂട്ടുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ പാലിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പാല് വേണമെന്നൊന്നുമില്ല, ഈ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയിട്ടെടുക്കുക. നല്ല ഫിനിഷിങ് ഉണ്ടാവും. സാധാരണ നമ്മൾ പുട്ടുംകുറ്റിയിൽ വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി അധികം സമയം വെക്കണം. പുട്ടുംകുറ്റിയിൽ നമ്മളൊരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് സംഭവം ശരിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 21 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ നമ്മുടെ പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കുകയാണ്. ഈ പുട്ടുംകുറ്റിയിൽ ഈ പുട്ടിൻ്റെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം. എൻ്റെ അടുത്തൊരു പഴയ ഒരു കുക്കറുണ്ട്, അലൂമിനിയത്തിൻ്റെ കുക്കർ. അതിലാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കാനുള്ള പരിപാടി വെക്കൽ. അലൂമിനിയം കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റീം വരും. അപ്പോൾ സമയത്ത് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റിനുള്ളിൽ സംഭവം അങ്ങോട്ട് ശരിയാവും. ഇതാണ് നമ്മളെ കുക്കർ, പഴയ ഒരു കുക്കറാണ്. അതിൽ വെള്ളം പാർന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് വെക്കുക. ഇതേപോലെ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി പുട്ടായിരിക്കും. അപ്പോൾ ഇത് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടിന് പുറത്തേക്ക് തള്ളുകയാണ്. ഈ പുട്ടിന് നമ്മൾ തേങ്ങ ഇടക്കിടക്ക് ഇടാത്തതുകൊണ്ട് ഇത് നമ്മൾ മുറിക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഐഡിയ ഉണ്ട്. കത്തീൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ നൂലുണ്ടല്ലോ, ആ നൂല് കൊണ്ടാണ് ഇനി നമ്മൾ മുറിക്കാൻ പോകുന്നത്. ഈ നൂലിങ്ങനെ 2 കൈമേൽ ഇങ്ങനെ ശരിക്കും കൊണ്ട് കെട്ടി വെച്ചിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൻ്റെ അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അതങ്ങോട്ട് കട്ടായിട്ട് വരും. ഇനി അതിനെ ബാക്കി മുറിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കട്ടാക്കി വെക്കുക. വീണ്ടും ഇങ്ങനെ ആക്കുക. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകളും ഒരുപാട് യാത്രകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം. ഇതൊരു അടിപൊളി പുട്ടാണ്. അപ്പോൾ ഇനി പുതിയ ഐറ്റമായിട്ട് വരാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.